പ്രവാസ ലോകത്ത് നിരവധി സംസ്കാര ചടങ്ങുകൾ കാണുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്രത്തോളം സങ്കടം തോന്നിയ, ഹൃദയം പൊടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. 1.25 വയസ്സ് മാത്രം പ്രായമുള്ള വൈഭവിയുടെ മൃതദേഹവും കൊണ്ട് ഷാർജ പോലീസിന്റെ ആംബുലൻസ് ദുബായ് ജബൽ അലിയിലെ ശ്മശാനത്തിലേക്ക് വരുമ്പോഴുണ്ടായ അവസ്ഥ, അലമുറയിട്ടുള്ള പൊട്ടിക്കരച്ചിൽ. വിഭജികയുടെ അമ്മ ശൈലജയുടെയും സഹോദരൻ വിനോദിന്റെയും കരച്ചിൽ, ഇതൊന്നും മനസ്സിൽ നിന്നൊരിക്കലും മറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് വൈഭവിയുടെ പിതാവ് വിഭജികയുടെ ഭർത്താവ് നിതീഷിന്റെ കരച്ചിൽ. അത് നമ്മുടെ ഹൃദയത്തിൽ ചെവിയിലിങ്ങനെ വന്ന് പതിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അത്രത്തോളം സങ്കടത്തോടു കൂടിയാണ് ആ രണ്ട് കുടുംബങ്ങളും ഇന്ന് ഈ സംസ്കാര ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത്. വൈകുന്നേരം 4:30 മൃതദേഹം ഈ ശ്മശാനത്തിൽ എത്തുന്നു. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും സംസ്കരിക്കുകയും ചെയ്തു. രണ്ട് കുടുംബങ്ങളിൽ നിന്നുമുള്ള ആളുകൾ, ബന്ധുക്കളൊക്കെ തന്നെ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഏതായാലും മരണം നടന്ന് 10ാം നാളിലാണ് വൈഭവിക്ക് ഇങ്ങനെയൊരു യാത്ര നൽകുന്നത്. ആ മൃതദേഹം ഇനി നാട്ടിലെത്തിക്കാൻ വീണ്ടും ദിവസങ്ങൾ കാത്തിരിക്കണം. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഷാർജയിൽ വാരാന്ത്യ അവധിയാണ്. അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയില്ല. പിന്നീട് തിങ്കളാഴ്ചയാണ് ഇനിയിപ്പോൾ നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരാൻ കഴിയുക. ഏതായാലും വിഭജികയുടെ മൃതദേഹവും മരണം നടന്ന് 2 ആഴ്ച തികയുന്ന സമയത്തായിരിക്കും കേരളത്തിലേക്ക് എത്തുക. ഒരേ സ്ഥലത്ത് ഒരേ ഫ്ളാറ്റിൽ മരിച്ച അമ്മ, കുഞ്ഞ്, രണ്ടുപേരുടെയും സംസ്കാരം 2 നാടുകളിലായിട്ട് നടക്കുകയാണ്.